നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സാമ്പത്തിക സംവരണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതിനാവശ്യമായ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അടിയന്തര യോഗം അനുമതി നൽകി. പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നാളെ തന്നെ ബില്ല് കൊണ്ടുവരാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിയത്. അക്രമങ്ങളുടെ പേരിൽ ബിജെപിയെ അതിരൂക്ഷമായി വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. കേന്ദ്രത്തിന്റെ നീതിബോധം വ്യക്തമായെന്നാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രതികരണം. എന്നാൽ നവോത്ഥാന സംഘടനകളായി സർക്കാരും CPM കാണുന്ന സംഘടനകൾ, സമുദായ സംഘടനകൾ ഈ തീരുമാനത്തെ എങ്ങനെ കാണും എന്നത് ഇപ്പോഴത്തെ കേരളീയമായ ഒരു പൊതു സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തമാണ്. സംവരണവുമായി ബന്ധപ്പെട്ട പ്രൈം ഡിബേറ്റിന്റെ ഈ ചർച്ചയിൽ FB പോളിലൂടെ ഉന്നയിക്കുന്ന ചോദ്യം മുന്നോക്ക സംവരണത്തിൽ BJPയും CPMഉം ഒന്നിച്ചോ എന്നതാണ്. FB പോളിലൂടെ പ്രേക്ഷകർക്ക് അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. മുന്നോക്ക സംവരണത്തിൽ BJPയും CPMഉം ഒന്നിച്ചോ? ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ മുഹമ്മദ് റിയാസ്, ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി, അതുപോലെ തന്നെ A സജീവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, സാമൂഹ്യ നിരീക്ഷകരായ ഡോക്ടർ M ശാർംഗധരനും അഡ്വക്കേറ്റ് മനോഹരനും ചേരുന്നു. പിന്നാലെ രാഹുൽ ഈശ്വറും ചർച്ചയിലേക്ക് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നാലെ രാഹുൽ ഈശ്വർ എത്തും എന്നാണ് അറിയിച്ചത്. തുടക്കത്തിൽ ഉണ്ടാവില്ല. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് ഉണ്ട്, ശ്രീ സജീവൻ എന്നിവരാണ് ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ നമ്മൾക്കൊപ്പം ചേരുന്നത്. ശ്രീ റിയാസ്, മുഹമ്മദ് റിയാസ്, ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഈ തീരുമാനം അത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് നിശ്ചയമായും അത് ആർക്കും മനസ്സിലാവുന്നതാണ്. പൊതുതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രം, നാളെ തന്നെ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. ഒട്ടേറെ കടമ്പകളുണ്ട്, യാതൊരു സംശയവുമില്ല. അതൊരു പ്രഖ്യാപനം മാത്രമാകാം, എതിർക്കുന്നതോടെ അതൊരു തെരഞ്ഞെടുപ്പ് വിഷയവുമാകാം. പക്ഷേ നാളെ ബില്ല് വരുമ്പോൾ ഈ തീരുമാനത്തെ മുൻപ് തന്നെ ഒരു രാഷ്ട്രീയ നിലപാടായി സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് CPM. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തിക സംവരണം എന്നത് ആ നിലയ്ക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത് സ്വാഗതം ചെയ്ത ഘട്ടത്തിൽ ബിൽ അടിയന്തരമായി സഭയിൽ വന്നാൽ CPM പിന്തുണയ്ക്കാനല്ലേ സാധ്യത? പിന്തുണയ്ക്കണ്ടേ? ഒന്ന്, സാമ്പത്തിക സംവരണത്തെക്കുറിച്ച് നേരത്തെ തന്നെ CPIന് നിലപാടുണ്ടായിരുന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന ബന്ധപ്പെട്ടും 80കളുടെ തുടക്കത്തിലും പിന്നീട് VP സിംഗ് പ്രധാനമന്ത്രിയായ ഘട്ടത്തിലുമെല്ലാം CPIM അത് മുറുകെ പിടിച്ചിരുന്ന നിലപാട് വ്യക്തമാക്കിയിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് സംവരണം നൽകണമെന്നുള്ള അഭിപ്രായമാണ് അന്നും CPIM മുറുകെ പിടിച്ചിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം അത് പിന്നോക്ക വിഭാഗത്തിലുള്ളവരുടെ എന്തെങ്കിലും സംവരണ ആനുകൂല്യത്തെ ഒരു തരത്തിലും ബാധിക്കരുത് എന്നുള്ള നിലപാട് തന്നെയാണ് CPIM ഇതോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണത്തിന് നമുക്കെടുക്കാം, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷം ദേവസ്വം ബോർഡിൽ ഇതുപോലെ സംവരണം നടപ്പിലാക്കി. അത് ഒരു തരത്തിലും സാമ്പത്തികമായി മുന്നോക്ക വിഭാഗത്തിലുള്ള പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണ ആനുകൂല്യം നൽകിയപ്പോൾ അത് ഒരു തരത്തിലും പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് നിലവിൽ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളുടെയോ അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തിൻ്റെയോ കുറവ് വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അപ്പം ഇത് മുന്നോക്ക വിഭാഗത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ സാമ്പത്തികമായ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. തീർച്ചയായും അത് സാമ്പത്തികമായ ആ പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടൽ വേണ്ടതുണ്ട് എന്ന് നേരത്തെ തന്നെ CPIM നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ എന്താണ് നരേന്ദ്രമോദിയും BJPയും ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ഇനി കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. തീർച്ചയായും അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഉദ്ദേശശുദ്ധി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, എല്ലാം ഉണ്ട്. ആ നിലയ്ക്ക് അങ്ങനെ സ്വീകാര്യമായ നിലയിലാണ് ആ ബില്ല് കൊണ്ടുവരുന്നത് എങ്കിൽ മറ്റ് പശ്ചാത്തലങ്ങളൊന്നും നോക്കാതെ ആ ബില്ലിനെ പിന്തുണയ്ക്കുക എന്ന രാഷ്ട്രീയ ധാർമ്മിക ഉത്തരവാദിത്വം CPMനുണ്ടാകും എന്നല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ബില്ലിനകത്ത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ തന്നെ നമുക്ക് പാർലമെന്റ് കൂടുന്ന സമയത്ത് തന്നെയാണ് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. പക്ഷേ പൊതുവായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ പാർട്ടി നിലപാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരുപോലെ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. സാമ്പത്തിക സംവരണം, അതായത് സാമൂഹികമായി മുന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിലെ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സംവരണം വേണമെന്നുള്ള നിലപാട് ആദ്യമായി എടുത്ത ആ നിലപാടിനോട് യോജിച്ച പ്രസ്ഥാനം CPIM ആണ്. ആ നിലയിൽ ഈ വിഷയത്തെ കാണുമ്പോൾ തന്നെ എന്താണ് നരേന്ദ്രമോദിയും BJPയും ഉദ്ദേശിക്കുന്നത് എന്ന് പാർലമെന്റ് കൂടിക്കഴിഞ്ഞ് മാത്രമേ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ.
അതായത് മുഹമ്മദ് റിയാസ്, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഉദ്ദേശശുദ്ധി പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പിന്നോക്ക സംവരണത്തെ ബാധിക്കാത്ത വിധം, അതിനാണ് ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. 50% പരമാവധി സംവരണം എന്നതിനെ മറികടന്നുകൊണ്ട് 60% പോകും വിധം പിന്നോക്കക്കാരൻ്റെ സംവരണാവകാശത്തെ ഹനിക്കാത്ത വിധമാണ് ഈ ബില്ല് വരുന്നത് എങ്കിൽ തത്വത്തിൽ യോജിക്കേണ്ടി വരില്ലേ CPM-ന്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിലുള്ളവരുടെ സംവരണം നേരത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ പാർട്ടി ലീഡർഷിപ്പും പറഞ്ഞതുപോലെ അത് സ്വാഗതം ചെയ്യുന്ന നിലപാടാണ്. പക്ഷെ അത് ഏത് രീതിയിലാണ് വരിക എന്നുള്ളത്, പ്രത്യേകിച്ച് BJP ആണല്ലോ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു, ഏത് നിലയിലാണ് വരിക എന്നുള്ളത് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. CPM തത്വത്തിൽ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാടുണ്ട്. ആ ഒരു നിലപാടേ CPM-ന് എന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളൂ. ശ്രീ സജീവൻ, വളരെ ശ്രദ്ധേയമായ രസകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇത് പോവുകയാണ്. CPM ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്തമായ നിലപാട്. ഇപ്പോൾ 85-ലെ ഷബാനു കേസിന് ശേഷം മുൻ ഭർത്താവിന് ജീവനാംശം നൽകാനുണ്ട് എന്ന കേസിൽ ഒരു നിലപാട് സ്വീകരിച്ചു. ലീഗ് അടക്കം അതിനെ എതിർത്ത സാഹചര്യം. അത് CPM-ൽ നിന്ന് ലീഗിനെ വല്ലാതെ മുസ്ലിം സമൂഹത്തെ അകറ്റും എന്നൊരു വലിയ പ്രചരണമൊക്കെ വന്നെങ്കിലും CPM അതിൽ ഉറച്ചു നിന്നു. ഈ 2005-ൽ പിന്നോക്കക്കാരിലെ ക്രീമി ലെയറുകളെ ഒഴിവാക്കണമെന്ന് വന്നപ്പോൾ ആ നിലപാടിനെ പിന്തുണച്ചു. 2005-ൽ ആന്റണി അതിനെ മറികടക്കാൻ നിയമം കൊണ്ടുവന്നപ്പോൾ CPM മാത്രം അതിനെ എതിർത്തു. പക്ഷേ ആ ഓർഡിനൻസ് സുപ്രീം കോടതി തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഈ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം എന്നൊരു പ്രശ്നം വരുമ്പോൾ CPM ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ BJP ആണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം മുന്നോട്ട് വെക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് സ്വാഗതം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ നിലപാടാണ് പാർട്ടിക്കെന്ന് റിയാസ് പറഞ്ഞു. ഇതാണ് അതിന്റെ സാഹചര്യം. പക്ഷേ ഇന്ന് കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വി ചോദിച്ചൊരു ചോദ്യമുണ്ട്. 4 വർഷവും 8 മാസവും അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ സർക്കാർ കാത്തിരുന്നത്? ആശയപരമായ യോജിപ്പുണ്ട് എങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം മുൻപേ തുടങ്ങേണ്ടതായിരുന്നില്ലേ? തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് എങ്കിൽ അതൊരു ഇലക്ഷൻ ഗിഫ്റ്റോ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടോ എന്ന നിലയിൽ ഒരു പ്രശ്നം, അങ്ങനെ ഒരു ഗൗരവമായ ആലോചന BJP-യുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യും വിധം വരാൻ സാധ്യതയുണ്ടോ? ഇതിന് നമ്മൾ കാണേണ്ടത് 2 രീതിയിലാണ്. ഒന്ന് CPM-ന്റെ നിലപാട്. CPM വളരെ അവർ നേരത്തെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ മുന്നോക്ക വിഭാഗക്കാരിൽ പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കുള്ള 10% സംവരണം എന്ന് പറയുന്നത്. അത് അവർ പറഞ്ഞ, അതുകൊണ്ട് തന്നെ ഈ ഒരു ആശയം ഇപ്പോൾ BJP വെക്കുമ്പോൾ BJP ആണ് എന്നുള്ളത് കൊണ്ട് അതിനെ എതിർക്കാൻ പറ്റില്ല. കാരണം സ്വന്തം നിലപാടിനെ എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാട് CPM-ന് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കൃത്യമായിട്ട്, ഇപ്പോൾ റിയാസ് ഉൾപ്പെടെ പറഞ്ഞല്ലോ ഇവിടെ, അത് അവരുടെ നിലപാട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്തായിരിക്കും? BJP ഇതിന് ഇപ്പോൾ പറഞ്ഞതല്ല, ഇപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതിയൊക്കെ കൊണ്ടുവരുന്നതൊക്കെ പറയുമ്പോൾ നടപ്പാക്കാൻ പോകുന്ന ആദ്യഘട്ടത്തിലെ പ്രശ്നമല്ല നോക്കേണ്ടത്. അവർ 2-3 കാര്യങ്ങൾ കൃത്യമായിട്ട് നിലപാട് എടുത്തിട്ടുള്ള പാർട്ടിയാണ്. ഒന്ന്, ഈ കോമൺ സിവിൽ കോഡ്, പൊതു സിവിൽ കോഡ് എന്ന് പറയുന്ന അവരുടെ ലക്ഷ്യമാണ്. അത് നടപ്പാക്കിയേ തീരൂ. അത് ഏത് ഘട്ടത്തിൽ എങ്ങനെ തന്ത്രപരമായിട്ട് നടപ്പാക്കണം എന്നുള്ളത് മാത്രമേ അവരുടെ മുന്നിലൊരു പ്രശ്നമായിട്ടുള്ളൂ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പല കാര്യങ്ങൾ മുത്തലാഖ് പ്രശ്നത്തിലൊക്കെ എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത്. മുത്തലാഖിനോടുള്ള പ്രശ്നത്തിനേക്കാൾ കൂടുതൽ ഓരോ മതവിഭാഗത്തിൻ്റെയും സിവിൽ നിയമങ്ങളിൽ കൈകടത്തുക. അങ്ങനെ ഒരു ഘട്ടത്തിൽ കൈകടത്തി കഴിഞ്ഞാൽ പിന്നീട് വളരെ എളുപ്പമായി മാറും. അതേപോലെ ഈ ഏക സിവിൽ കോഡിനെ പോലെ തന്നെയുള്ളൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത്. അത് എല്ലാ ആളുകൾക്കും പൂർണ്ണമായിട്ടും സാമ്പത്തിക സംവരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ജാതി വിഭാഗങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഇതുവരെ കിട്ടിയിരുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്കും ദളിതുകൾക്കും ഈ ന്യൂനപക്ഷത്തിനൊക്കെ കിട്ടിയിരുന്ന സംവരണം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും. അപ്പം ഇവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് ഉള്ള ഭാഗത്തേക്ക് ഈ സംവരണത്തിന്റെ ആനുകൂല്യം കൊടുക്കുക. അങ്ങനെ ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഇപ്പോഴത്തെ നേരത്തെ സിംഗ്വി ചോദിച്ച ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ കുറഞ്ഞ 1-2 മാസം കൊണ്ട് ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്നത്? എപ്പോഴും ഏത് ഘട്ടത്തിലും പ്രഖ്യാപിക്കാവുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യത്തിന് പെട്ടെന്ന് തിടുക്കത്തിൽ പോകും. കാരണം അതിലെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിനെ ആരൊക്കെ CPM പിന്താങ്ങുന്നു, കോൺഗ്രസിന്റെ നിലപാടെന്താണെന്ന് അറിയില്ല. കോൺഗ്രസ് പിന്താങ്ങിയാൽ ഇത് ഇപ്പോൾ പ്രതിപക്ഷ ഐക്യം ഏതാണ്ട് രൂപപ്പെട്ടു വരുന്നൊരു ഘട്ടമാണ്. എല്ലാ
രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിലെ ഒരു ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കുന്നൊരവസ്ഥയും BJP-യോടൊപ്പമുള്ള പാർട്ടികൾ, ശിവസേന ഉൾപ്പെടെയുള്ളവർ BJP-യുടെ ശത്രു പാളയത്തിലേക്ക് പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇത് വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ പരസ്പരം കടിച്ചു കീറുന്നത് ഈ പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടിയിട്ട് ഒരുമിക്കുന്ന പാർട്ടികളായിരിക്കും. മായാവതിയുടെ നിലപാടെന്തായിരിക്കും, ഇവിടെ അഖിലേഷ് യാദവിന്റെ നിലപാടെന്തായിരിക്കും? ഇത് ഈ ഒരു പ്രശ്നം ഇതിന് കൃത്യമായ ചൂണ്ടയിട്ടുകൊണ്ടാണ് പോയിട്ട് ഇപ്പം CPM-ന് ഈ പിന്നിലെ ലക്ഷ്യം കൃത്യമായിട്ട് അവർ അറിഞ്ഞാലും ഇല്ലെങ്കിലും അവർക്കിതിനെ ഒറ്റയടിക്ക് എതിർക്കാൻ പറ്റില്ല. ഇതേപോലെ ഓരോ പാർട്ടികളും ഇപ്പൊ നമ്മൾ തീർച്ചയായും ശ്രീ സജീവൻ താങ്കൾ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പറഞ്ഞിട്ടില്ല ഇവരിതിന് അതെ താങ്കൾ പറഞ്ഞതിൽ ഒരു വലിയ കാര്യമുള്ളത് ഇപ്പോൾ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുമ്പോഴും അതിൻ്റെ പിന്നിലെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുള്ളതുകൊണ്ടും തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിഭാഗം വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതായതുകൊണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്യേണ്ട പ്രവൃത്തിയല്ല. മനു അഭിഷേക് സിംഗ്വി പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് ചെയ്യേണ്ടതല്ല എന്നുള്ളതുകൊണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സർക്കാർ അതേക്കുറിച്ച് ഗൗരവമായി ആലോചിക്കട്ടെ എന്ന നിലയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരു പൊതു നിലപാടിലേക്ക് പോകുമോ എന്നതാണ് അറിയാനുള്ളത്. അങ്ങനെ വന്നാലും അത് BJP-യെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാകും. രാജ്യസഭയിൽ വലിയ കടമ്പയാണ്. അത് കഴിഞ്ഞാൽ പോലും കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം വരും. ഭരണഘടനാ ഭേദഗതിയാണ്. വലിയ നിലയ്ക്ക് സംസ്ഥാനങ്ങളുടെ പിന്തുണ ഉണ്ടാവേണ്ടതുണ്ട്. ശ്രീ ദളിത് ചിന്തകൻ ആക്ടിവിസ്റ്റ് ശ്രീ സണ്ണി കപ്പിക്കാട് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ സണ്ണി കപ്പിക്കാട്, ഇന്നിപ്പോൾ ഈ സാഹചര്യം, കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം, നാളെ തന്നെ ബില്ല്, CPM മുൻപ് തന്നെ അതിനെ പിന്തുണച്ചിട്ടുള്ളതാണ്. ആ നിലപാടെടുത്ത്, പിന്തുണയല്ല നിലപാടുള്ള പാർട്ടിയാണ്, ആ നിലയ്ക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി. പക്ഷേ ഇതിനിടയിലാണ് കേരളത്തിൽ ഒരു വ്യത്യസ്തമായ സാഹചര്യം രൂപപ്പെട്ടത്. NSS ഒഴികെയുള്ള നവോത്ഥാന സംഘടനകളായി CPM വിശേഷിപ്പിച്ചുകൊണ്ട് SNDP മുതൽ ഇങ്ങോട്ടുള്ള സംഘടനകളുമായുള്ള ഒരു സഹകരണത്തിൻ്റെ ഘട്ടത്തിലാണ് ഈ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരുടെ സാമ്പത്തിക സംവരണം എന്ന പ്രശ്നം വന്നിട്ടുള്ളത്. അത് ഏതൊക്കെ നിലകളിലാണ് യോജിക്കാനും വിയോജിക്കാനുമാവുക ഈ പറഞ്ഞ നവോത്ഥാന സംഘടനകൾക്ക്? കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കോൺഗ്രസിനും BJP-ക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും യോജിക്കാവുന്ന ഒരു സ്ഥലമായി സാമ്പത്തിക സംവരണം എന്ന കാര്യം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ പാർട്ടിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഭരണഘടനാ വിരുദ്ധമായ സാമ്പത്തിക സംവരണം എന്ന കാര്യത്തിൽ ഇവർക്കെല്ലാം യോജിപ്പാണ്. ഇവിടെ സംവരണം എന്നത് സാമൂഹികമായി മുന്നോക്കം നിൽക്കുന്ന എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൊടുക്കണമെന്ന കാര്യത്തിൽ ഇവർക്ക് ആർക്കും തർക്കമൊന്നുമില്ല. ഇതിന്റെ ബേസിക്കായ ഒരു കാര്യം, ഇവരെല്ലാവരും ധരിച്ചിരിക്കുന്ന ഒരു കാര്യം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള എന്തോ ഒരു പരിപാടിയാണ് സംവരണം എന്നാണ് ഇവർ മനസ്സിലാക്കിയുള്ളത്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പരിപാടിയാണെന്നാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും BJP-യും ഒരേ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ മനസ്സിലാക്കേണ്ടത് ഭരണഘടനയ്ക്കകത്ത് പറയുന്ന കാര്യം എന്നതുകൊണ്ട് മാത്രമല്ല, ഭരണഘടനയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, സംവരണത്തിന്റെ മാനദണ്ഡം എന്തായിരിക്കണം. ആ കാര്യം സാമൂഹികമാണ്. പിന്നോക്കാവസ്ഥക്കാരെന്ന് പറയുന്നത് ഇന്ത്യയിലെ സാമൂഹിക വിവേചനങ്ങളുടെ അടിസ്ഥാന യുക്തി ജാതിയാണെന്നുള്ളതാണ് പറയുന്ന കാര്യം. ആ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നിവർ പരിശോധിക്കണം. പരിശോധിച്ചാൽ ഇപ്പൊ നമുക്ക് നമ്മുടെ കൺമുന്നിൽ വരുന്ന തെളിവെന്തെന്ന് ചോദിച്ചാൽ, എപ്പോഴും ഇന്ത്യയിൽ ആകമാനം ഓരോ ദിവസവും അതിഭീകരമായ ബഹിഷ്കരണത്തിനും ആക്രമണത്തിനും വിധേയമാകുന്ന ജനത ഇന്ത്യയിലെ ദളിതരും ആദിവാസികളുമാണ്, പിന്നോക്കക്കാരുമാണ്. തർക്കമില്ലാത്ത കാര്യമാണ്. അതിൽ കാര്യമായ മാറ്റമൊന്നും ഇല്ലാതിരിക്കെ സംവരണത്തിന്റെ അടിസ്ഥാന തത്വം സാമൂഹിക വിവേചനമായിരിക്കണമെന്ന് പറയുന്ന ഭരണഘടനാ തത്വത്തെ അട്ടിമറിക്കുന്നത് ഇവരെല്ലാം ഒരുമിച്ച് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള സംഘങ്ങൾ ഒരു പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കാമെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്കാര്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അവർ സൂക്ഷിക്കുന്നുണ്ടോ എന്ന വ്യക്തമായ ചോദ്യത്തിന് അവർ ഉത്തരം പറയേണ്ടി വരും. സംവരണത്തിന്റെ കാര്യത്തിൽ ഭരണഘടനാ ധാർമ്മികത സൂക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തോട്, ഇന്ത്യയോട് ഉത്തരം പറയേണ്ടി വരും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ചോദ്യം സണ്ണി ഒരു നിമിഷം ഒന്ന് റിസർവ് ചെയ്യാം. ആ ചോദ്യം ഉത്തരം പറയേണ്ടത് ശ്രീ മുഹമ്മദ് റിയാസ് ആണ്, ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. ഭരണഘടനാപരമായൊരു ധാർമ്മികത പുലർത്തുന്നു എങ്കിൽ ഈ സാമ്പത്തിക സംവരണത്തെ പിന്തുണയ്ക്കാനേ ആവില്ല. ഇതാണ് സണ്ണി കപ്പിക്കാട് പറഞ്ഞത്. അതിന്റെ ഒരു പുതിയ തലത്തിൽ കേരളം നിൽക്കുകയാണ്. ഈ നവോത്ഥാന പ്രശ്നം ശബരിമലയ്ക്ക് ശേഷം ഈ സംഘടനകളുമായി, സമുദായ സംഘടനകളുമായി കൂടുതൽ സഹകരിച്ച് CPM നിൽക്കുന്ന ഘട്ടത്തിൽ ആ സഹകരണം തന്നെ അറ്റുപോകുന്ന നിലയിൽ ഈ പുതിയ തർക്കം രൂപപ്പെട്ടേക്കാം. എന്തുതരം ഭരണഘടനാപരമായ ധാർമ്മികതയാണ് അവകാശപ്പെടാനാവുക CPM ഇക്കാര്യത്തിൽ എന്നാണ് ആ ചോദ്യം.
അല്ല ശരത്തെ, നമുക്ക് ഈ വിഷയത്തെ ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് കോർത്തിണക്കാൻ വേണ്ടി പറ്റില്ല. ഇതൊക്കെ എത്രയോ മുമ്പ് തന്നെ നമ്മുടെ പാർട്ടി ഈ നിലപാട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സമൂഹം ജാതീയമായി മാത്രമല്ല വർഗപരമായി കൂടി വിഭജിക്കപ്പെട്ടതാണ് എന്നുള്ള വീക്ഷണം ഞങ്ങൾ അന്നും പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം ഇവിടെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പം ഇപ്പോൾ കേന്ദ്ര സർക്കാർ, ഞാനതാ പറഞ്ഞത്, പാർലമെന്റിൽ ഇത് വെക്കുമ്പോഴുള്ള വിഷയം ഞാനതാ പറഞ്ഞത്, വെച്ച് കഴിഞ്ഞിട്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. ഒന്ന്, ഇത് തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല, ഒരു തർക്കമില്ല. തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണ്. ഇപ്പൊ ഇത് ഈ 4.25 കൊല്ലം പറയാതെ ഇപ്പൊ പറഞ്ഞെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഒരു തർക്കമില്ല. ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷേ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ മുന്നോക്ക വിഭാഗത്തിനുള്ള സംവരണം അത് എങ്ങനെയാണ് എന്നുള്ള പരിശോധിക്കപ്പെടണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15, 16 വകുപ്പുകൾ ഭേദഗതി ചെയ്യേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നാക്ക വിഭാഗത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നിലവിലുള്ള ഭരണഘടനാപരമായ ആർട്ടിക്കിൾ 15, 16 കോട്ടം തട്ടുന്ന രീതി വന്നു കഴിഞ്ഞാൽ ഭേദഗതി ചെയ്യണം. അതിനൊട്ട് ഇപ്പൊ സമയമില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നാളെ പാർലമെന്റിനകത്ത് കൃത്യമായ പരിശോധനക്കും ചർച്ചക്കും വിധേയമാക്കേണ്ട പ്രശ്നമാണ്. ഇത് പറയുമ്പോൾ തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ട്, ഇന്ത്യയുടെ ഒരു പൊതുസ്ഥിതി പരിശോധിച്ച സമൂഹം ജാതീയമായി വിഭജിക്കപ്പെട്ടതാണ്, ഒരു തർക്കമില്ല. പിന്നോക്ക വിഭാഗം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. എന്നാൽ ജാതീയമായി മാത്രമല്ല വർഗപരമായ വിഭജനവും ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ദേവസ്വം ബോർഡിൽ തീരുമാനം കൈക്കൊണ്ട സമയത്ത് പിന്നോക്ക വിഭാഗത്തിലുള്ളവരുടെ സംവരണത്തിന്റെ നിലവിലുള്ള ആനുകൂല്യങ്ങൾ കുറയുകയായിരുന്നില്ല എന്നുള്ളത് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിനെ നയിക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ പോളിസിയും ആശയവും എപ്പോഴും മനുസ്മൃതി ആശയങ്ങളാണ്, ഒരു തർക്കമില്ല. സവർണ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആശയമാണ്. ആ ആശയങ്ങളോട് വിയോജിക്കുമ്പോൾ തന്നെ ഈ വിഷയങ്ങൾ നേരത്തെ തന്നെ ബി.ജെ.പിക്ക് പാർലമെന്റിൽ എം.പിമാർ പോലും ഇല്ലാത്ത സമയത്തും CPIM ഈ വിഷയത്തിൽ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ബാക്കി നാളെ പാർലമെന്റ് പരിശോധിക്കുകയും ഭരണഘടനാപരമായി നിലവിലുള്ള അവകാശങ്ങളെ ഹനിക്കുന്ന നിലപാടുകൾ വരികയാണെങ്കിൽ അത് പ്രയാസകരമായി. അതാണ് ശ്രീ സണ്ണി കബിക്കാട്, ഇപ്പോൾ CPM പറയുന്നതാണ്, പിന്നോക്കക്കാരന്റെ സംവരണ ആനുകൂല്യത്തെ ഹനിക്കരുത്, അത് കവർന്നെടുക്കരുത്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മുന്നോക്കക്കാരിലെയും പിന്നോക്കക്കാരനെ കണ്ടെത്തുന്നത് അനിവാര്യമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാപരമായ ധാർമ്മികത ഇല്ലാത്ത പണിയല്ല. ഈ നിലയിൽ നിന്നുകൊണ്ട് നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ എല്ലാത്തരം ജനവിഭാഗങ്ങളെയും പരിഗണിക്കേണ്ടതുണ്ട്. അതിൻ്റെ തുടക്കം കേരളത്തിൽ ദേവസ്വം നിയമനങ്ങളിൽ ഈ സർക്കാർ തന്നെ തുടങ്ങി വെച്ചിട്ടുമുണ്ട്. ആ നിലയിൽ ഒരു വ്യക്തത CPM കാര്യത്തിലുണ്ട്. നിങ്ങളൊക്കെ ഇപ്പോൾ ദളിത് സംഘടനകൾ വിയോജിച്ചാൽ പോലും ഇതാണ് CPM നിലപാടിൻ്റെ ഒരു കാതൽ. അതിനകത്ത് ഒരു വളരെ വ്യക്തമായ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ എന്ന് പറയുന്ന വിഭാഗത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്ത് കാര്യത്തിലാണ് അവർ മുന്നോക്കമായിരിക്കുന്നത്? അവർ സാമൂഹിക മൂലധനത്തിലും സാംസ്കാരിക മൂലധനത്തിലും അവർ മുന്നോക്കമാണ്. അവർ എന്തൊരു കാര്യത്തിലാണ് പിന്നോക്കമായിരിക്കുന്നത്? അവരുടെ ജീവിതാവസ്ഥ കൊണ്ട് മാർക്കം. അവിടെയാണ് ഈ സംവരണം എന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രമല്ല എന്ന് പറയുമ്പോഴും ഈ മുന്നോക്കക്കാരന്റെ കാര്യത്തിൽ ആ നിലയിലാണത് ടൂളായി മാറുന്നത്. ഇല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. BJP ഇതിന് സ്റ്റാൻഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എടുത്തതാണെന്നാണ് ഇവർ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത്, ഈ സംവരണം എന്ത് ലക്ഷ്യത്തിനാണോ ഭരണഘടനയ്ക്കകത്ത് ഉൾപ്പെടുത്തിയത് ആ ലക്ഷ്യത്തെ അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷം. അടിസ്ഥാനപരമായി ജീവിതത്തിന്റെ ഉന്നമനമാണല്ലോ, ആ ജനവിഭാഗങ്ങളുടെ ജീവിതത്തിന്റെ ഉന്നമനമാണ്. ആ അവകാശം മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്കില്ലേ എന്നൊരു ചോദ്യമില്ലേ? തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഒരു കാര്യം, അവർക്ക് സാമ്പത്തികമായ സഹായം കൊടുക്കണമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. പിന്നെ അതെങ്ങനെ വേണം? ആകെ കൂടി അതെങ്ങനെയാണ് പിന്നെ വേണ്ടത്? സംവരണമല്ലാതെ പിന്നെ ഏത് തലത്തിൽ വേണം? സംവരണമല്ലല്ലോ അവർക്ക് കൊടുക്കേണ്ടത്. ഇതാണ് എന്റെ ഒരു ആർഗ്യുമെന്റ്. ഇതാണ് അവർക്ക് കൊടുക്കേണ്ടത് സംവരണമല്ല, അവർക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനും അവർക്ക് ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള സാമ്പത്തികമായ സഹായമാണ് അവർക്ക് ആവശ്യമുള്ളത്. അവർ സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് പിന്നോക്കമായിരിക്കുന്നത് എന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നത്? ബാക്കി എല്ലാ കാര്യത്തിലും അവർ മുന്നോക്കമായിരിക്കെ അവർ ആ കൂടി പിന്നോക്കമായിരിക്കുന്നത് ഈ സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക എന്നതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള മാർഗം. അതിനു പകരം സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെട്ടവരുടെ റെപ്രസെന്റേഷൻ ഉറപ്പാക്കുന്ന സംവരണം പോലുള്ള ഭരണഘടനാ തത്വത്തിലേക്ക്
ഈ പറയുന്ന സാമ്പത്തികമായി മാത്രം പുറകോട്ട് നിൽക്കുന്ന മനുഷ്യ കൂടി ഉൾപ്പെടുത്തുന്നതിലൂടെ ഭരണഘടനാ തത്വത്തെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്. ഭരണഘടനാ മൊറാലിറ്റിയാണ് ആ വിമർശനം അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് കൊണ്ടുപോകും മുമ്പ് തന്നെ താങ്കൾ അല്പനേരം കൂടി മാത്രമേ ചർച്ചയിൽ ഉണ്ടാകൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരു പ്രശ്നം. നിലവിലെ കേരളീയമായ ഒരു പൊതു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ CPM-ഉമായി ഇടതുമുന്നണിയുമായി ഇപ്പോൾ KPMS ഒക്കെ വളരെ പരസ്യമായി തന്നെ ഇപ്പോൾ പുന്നല ശ്രീകുമാർ ഇന്നടക്കം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഏറ്റവും സ്വതന്ത്രമായി ശരിയായി സഹകരിക്കാൻ കഴിയുന്നത് ഇടതുമുന്നണിയാണ് എന്നൊരു നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് BJP-യുടെ ഈ തീരുമാനം വരുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ നീതിബോധമാണ് വ്യക്തമാകുന്നതെന്ന് NSS പറയുകയും ഒക്കെ ചെയ്യുന്നത്. അത് കേരളത്തിൻ്റെ ഈ സമുദായ സംഘടനകളുടെ രാഷ്ട്രീയ സഹകരണത്തെ സ്വാധീനിക്കാൻ ഇടയുള്ളതാണോ? SNDP മുതൽ ഇങ്ങോട്ടുള്ളത്, SNDP, KPMS അടക്കമുള്ളത്. ഇക്കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമെടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സാമ്പത്തിക സംവരണവാദം എന്ന സംഗതിയിൽ നയപരമായൊരു തീരുമാനമെടുക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ കടപ്പെട്ടിരിക്കുന്നു. ഒരക്കാര്യത്തിൽ വളരെ സെൻസിറ്റീവായൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇന്ന് വരെ ഉയർന്നു ഞാനടക്കമുള്ള ആൾക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കല്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്, കേരളത്തിലെ ഭരണാധികാരിക്ക് പിന്തുണ കൊടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ഇക്കാര്യത്തിൽ ഈ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ സാമ്പത്തിക സംവരണവാദത്തെ പുനഃപരിശോധിക്കേണ്ട ഒരു ഘട്ടമാണത്. BJP-യുമായിട്ട് ഐക്യപ്പെടാവുന്ന ഒരു സ്ഥലം അവർക്കുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അവർ പറയണം ഞങ്ങൾ ഇക്കാര്യത്തിൽ BJP-യുടെ കൂടെയാണോ അല്ലയോ എന്ന്. ഇതാണ് അതിന്റെ വളരെ പൊളിറ്റിക്കലായ കാര്യമാണ്. ഞങ്ങൾ ഇക്കാര്യത്തിൽ BJP-യുടെ കൂടെയാണോ അല്ലയോ പറയണം. ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ആ രാഷ്ട്രീയ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ട്. ആ നിലയ്ക്കായിരിക്കും അതിനെ കണ്ടന്റിൽ ഉള്ളടക്കത്തിലല്ല എതിർക്കുക. ആ തീരുമാനം എന്നെ സംബന്ധിച്ചിടത്തോളം ദളിത് പ്രവർത്തനം എന്ന നിലക്ക് ദീർഘകാലമായി ഭരണഘടനാ മൂല്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളെന്ന നിലയിൽ മുഖ്യമന്ത്രി ആ തീരുമാനം എനിക്ക് സ്വീകാര്യമല്ല. രാഷ്ട്രീയ ഉദ്ദേശം എന്തും ആയിക്കോട്ടെ, BJP-യുടെ രാഷ്ട്രീയ ഉദ്ദേശം എന്തുമായിക്കോട്ടെ, ഇക്കാര്യത്തിൽ ഒരു ക്ലിയർ കട്ടായ ഒരു തീരുമാനം പറയേണ്ടി വരും. സാമ്പത്തിക സംവരണവാദത്തെ അംഗീകരിക്കുന്ന നാളിതുവരെയുള്ള നിലപാടെന്ന് പുനഃപരിശോധിച്ചാൽ മാത്രമേ ഇടതുപക്ഷത്തിന് ഈ ഒരു ക്രൈസിസിനെ മറികടന്ന് പോകാൻ പറ്റൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നന്ദി ശ്രീ സണ്ണി കബിക്കാട്. തീർച്ചയായും ശ്രീ മുഹമ്മദ് റിയാസ്, ഞാൻ താങ്കളിലേക്ക് വരും മുമ്പ് ആ വിമർശനങ്ങൾക്കുള്ള ഒരു വിശദീകരണം താങ്കൾക്കുണ്ടാവും CPM-ൻ്റെതായ ഭാഗത്ത് നിന്ന്. അതിനു മുമ്പ് ഇപ്പോൾ ചർച്ചയിലേക്ക് ഡോക്ടർ M. ശാർങ്ങധരൻ കൂടി ചേർന്നു, സാമൂഹ്യ നിരീക്ഷകൻ. ഡോക്ടർ ശാർങ്ങധരൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനം വളരെ വേഗത്തിൽ അതിൻ്റെ ചില നടപടികളുണ്ടാകും. പക്ഷേ എവിടെ എത്തും, എവിടെയും എത്തില്ല എന്ന് ഉറപ്പാക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഏതാണ്ടൊരു മാസ വരുമാനം 65,000 രൂപയ്ക്ക് താഴെ ഉള്ള ആർക്കും ഈ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരായി കണക്കാക്കപ്പെടും വിധമാണ് വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ കവിയരുത്. പക്ഷേ വേറെ ചില നിബന്ധനകളുണ്ട്. 5 ഹെക്ടറിൽ കൂടുതൽ കൃഷിഭൂമി ഉണ്ടാകരുത്. അതും കുറെ കൂടി ഉദാരമായ സമീപനമാണെന്ന് കരുതാം. പക്ഷേ വീടിൻ്റെ വിസ്തീർണം 1000 ചതുരശ്ര അടിയിൽ കൂടരുത് തുടങ്ങിയ 5 നിബന്ധനകളോട് കൂടിയാണ് ഇപ്പോൾ ഈ ബില്ല് നാളെ തന്നെ ഒരുപക്ഷെ പാർലമെന്റിലേക്ക് വരാൻ പോകുന്നത്. ഈ വിധമാണ് അത് ഭരണഘടനാ ഭേദഗതിയിലൂടെ 50 എന്നത് 60% നേരത്തെ ഈ 50%-മായി 92-ലെ ഇന്ദിരാ സാവ്നി കേസിൽ സംവരണം ഉറപ്പിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഭരണഘടനാ ഭേദഗതി വരേണ്ടത്. ആ രൂപത്തിലുള്ളൊരു ശക്തമായ നീക്കമാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇപ്പോൾ BJP ആരംഭിക്കാൻ പോകുന്നത്. ഇതില്ലേ നമുക്ക് പറയാനുള്ളത്, BJP-യുടെയും മുന്നോക്ക സമുദായക്കാര് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷികളുടെയും പൂച്ച പുറത്തു വന്നിരിക്കുകയാണ്. നമ്മൾ ഈ കാര്യത്തെ സമീപിക്കേണ്ടത്, കളക്കാട് ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ സമീപിക്കേണ്ടത് എന്തിനാണ് സംവരണം? ജാതീയമായ വിവേചനത്തിലൂടെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് വരുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും സൃഷ്ടിച്ചു. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ അവർക്ക് നിഷേധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ജോലിയിൽ അവർക്ക് പ്രവേശിക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഇപ്പം നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ഈ ഒരു കാര്യം ജവഹർലാൽ നെഹ്റുവുമായി മല്ലയുദ്ധം നടത്തിയാണ് ഇത് ഭരണഘടനയിൽ പെടുത്തിയത്. ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ പറയുന്നത് സോഷ്യലി ബാക്ക്വേർഡ് എന്നുള്ളതാണ്. സോഷ്യലി ബാക്ക്വേർഡ് എന്നുള്ള സ്ഥലത്ത് ഒരു ഘട്ടത്തിലും ഇക്കണോമിക്കലി എന്നൊരു വാക്ക് വന്നിട്ടില്ല. പക്ഷേ ഡോക്ടർ ശാർങ്ങധരൻ, ഈ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ഇതപര്യന്തമുള്ള ജീവിതത്തിലെ ഒരു അനുഭവത്തിൽ നിന്ന്
ഈ മുന്നോക്കക്കാരിലും ഈ ദരിദ്രമായ ജീവിതാവസ്ഥയുണ്ട്. ആ നിലയിൽ നിശ്ചയമായും സാമൂഹ്യപരമായും ഒക്കെ അവർക്ക് ജന്മപരമായി തന്നെ ഒരു മുന്നേറ്റമുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ അവൻ്റെ ജീവിതാവസ്ഥകളിലെ ദാരിദ്ര്യാവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകണം എന്ന കാര്യത്തിൽ ഏതായാലും ഇപ്പോൾ സണ്ണി എം കവിക്കാടും അതിനൊന്നും വിയോജിക്കുന്നില്ല. അതിനോട് നിങ്ങൾക്കും വിയോജിപ്പുണ്ടാവില്ല. അതൊരു സോഷ്യൽ റിയാലിറ്റി, ഒരു സാമൂഹ്യാവസ്ഥയായി നിങ്ങളും അംഗീകരിക്കുന്നതാണ്. അതിനോട് കണ്ണടച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോകാനാകുമോ? അതിലല്ല ചോദ്യം, അതിലാണ് ചോദ്യം. അല്ല, കാരണം മറ്റൊരു തരത്തിലുള്ള സംവരണാവകാശത്തെ ഒരു തരത്തിലും അട്ടിമറിക്കാൻ പാടില്ല. അതല്ല ഞാൻ പറഞ്ഞ, ജനസംഖ്യാനുപാതികമായി ഇവിടെ ഉദ്യോഗത്തിലും മറ്റ് ഭരണ സംവിധാനങ്ങളിലും അവർക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. അതിനെന്താണ് റൂട്ട് കാസ്? എൻ്റെ മൂലകാരണം എന്താണ്? മൂലകാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജാതീയമായി ഒരു സമൂഹത്തെ തള്ളി മാറ്റി നിർത്തിയിരുന്നു. അവർക്ക് സംവരണം കിട്ടുന്നത് കൊണ്ട് ആരും ഇവിടെ പാവപ്പെട്ടവരായിട്ടില്ല. ഇവിടെ പാവപ്പെട്ടവരായി എന്ന് പറയുന്നവർക്ക് വേണ്ടി സാമൂഹ്യക്ഷേമ പദ്ധതികൾ നിരവധിയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഉദാഹരണം എടുത്തിരുന്നല്ല, മുന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ. ആ പേര് തന്നെ എന്ത് തെറ്റാണ്, കാരണം മുന്നോക്കരായിരുന്നവർക്ക് പിന്നെ എന്തിനാണ്? അങ്ങനെ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് എന്തുമാത്രം വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ സംവരണം ഇന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് 50% കൂടാൻ ഒക്കത്തില്ല. 50% വരുന്ന സ്ഥലത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അല്ല, ഡോക്ടറുടെ വാക്കുകളിൽ തന്നെ സംവരണവും പാടില്ല, ആനുകൂല്യങ്ങളും പാടില്ല എന്ന നിലയിലേക്കൊരു അതിതീവ്രവാദമായി ഈ വിഷയത്തെ കാണുന്നത് ഉചിതമല്ല. ഈ മുന്നോക്ക വികസന കോർപ്പറേഷനും പാടില്ല, സാമ്പത്തിക സംവരണവും പാടില്ല എന്ന നിലയിലേക്ക് ഈ സംവരണ ആനുകൂല്യങ്ങളെ നിഷേധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അതിലെ പ്രശ്നം? നമ്മൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സംവരണം എന്താണ് വന്നത്? സംവരണം വന്നത് ഈ ഭരണഘടനയിൽ ഇത് പറഞ്ഞിട്ട് പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് വന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടൊന്നില്ല. നമ്മൾ കേരളത്തിലെ വളരെ ചെറിയൊരു ഉദാഹരണം നമ്മൾ എടുക്കാം. ദേവസ്വം ബോർഡിൽ സംവരണം ഇല്ലായിരുന്നു. 96% ഉദ്യോഗങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് മുന്നോക്ക സമുദായങ്ങളാണ്. ഈ മുന്നോക്ക സമുദായങ്ങളിൽ ഇത് വരാനുള്ള സാഹചര്യങ്ങളൊന്നും ഇതേപോലെ സംവരണം ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നമ്മൾ നോക്കി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ 85% പേര് സാഹചര്യം നോക്കൂ. 85% ഇപ്പൊ ഇന്നത്തെ അവസ്ഥയല്ലേ ഞാൻ പറഞ്ഞോ? ഇന്നത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണ്ട കാര്യങ്ങളെ കാണാൻ അതിൽ തിരുത്തൽ വരുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ശാർങ്ങധരൻ? നമ്മൾ മുഖം തിരിഞ്ഞു നിന്നൊരു വിഷയത്തെ സമീപിക്കാൻ പാടില്ല. അങ്ങനെയല്ലത്. നമ്മൾ മനസ്സിലാക്കുന്ന എന്തിന് സംവരണം? പാവപ്പെട്ടവർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയാണോ സംവരണം? അടിസ്ഥാനപരമായി ആ പാവപ്പെട്ടവന്റെ ഉന്നമനം തന്നെയാണ്. ആ പാവപ്പെട്ടവനിൽ ആരൊക്കെയുണ്ടോ അവനൊക്കെ അതിന്റെ ഗുണമുണ്ടാവുന്നതിൽ തെറ്റുണ്ടോ? ഉന്നമനത്തിന് വേണ്ടി നിരവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ചെയ്യുന്നതിന് വേണ്ടി അത് തന്നെ ബാലിശമാണെന്നാണ് അല്പം മുമ്പ് താങ്കൾ പറഞ്ഞത്. ശ്രീ, സംശയമില്ലാത്ത കാര്യമാണ്. ഒരു പേര് തന്നെ തെറ്റല്ലേ? അല്ല, അപ്പോൾ ആ പേരിനെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ ആ പേരിലൂടെ നൽകുന്ന ആനുകൂല്യങ്ങളെ ചോദ്യം ചെയ്യാനല്ല, ആനുകൂല്യങ്ങൾ നോക്കണം. എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും സാമൂഹ്യക്ഷേമങ്ങളും സംവരണ സ്വഭാവത്തോടുകൂടി അവർക്ക് പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അല്ല അർത്ഥം. ഞാൻ പറഞ്ഞത് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വന്നതിൽ എനിക്കുള്ള പ്രതിഷേധം, അത് SSLC പഠിക്കുന്ന കുട്ടികൾക്കും മറ്റുള്ള പഠിക്കുന്ന കുട്ടികൾക്കും കൊടുക്കുന്ന സംവരണ അവരുടെ തുകയും സ്കോളർഷിപ്പ് തുകയും പിന്നോക്ക വിഭാഗങ്ങൾ കൊടുക്കുന്ന സംവിധാനം ഇക്വലി ചെയ്യാനെങ്കിലും ഒരു സംവിധാനം ഇവിടെ വേണ്ടേ? ഇപ്പോഴും വലിയ ഡിസ്പാരിറ്റിയാണ്. അതാണ് പ്രധാന കാര്യം. നമ്മളൊരു കാര്യം നമ്മൾ വരുന്ന ഒരു കാര്യത്തില് നമ്മൾ എന്തിന് സംവരണം വന്നെന്ന് പറയുന്നത്, പിന്നോക്ക നിൽക്കുന്ന വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുണ്ട്. അത് ഭരണഘടനയിൽ പറഞ്ഞു തന്നെ യാതൊരു കാരണവശാലും 50% കൂടരുതെന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? ഭരണഘടനയാണെങ്കിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ 50% വർദ്ധിപ്പിച്ചൂടെ എന്നുള്ളതാണ്. ഒരു സംശയമില്ല, ഇത് ഇലക്ഷനിൽ വളരെ വലിയ തിരിച്ചടി വരും. 85% വരുന്ന ഉറയും കിടക്കുന്ന പിന്നോക്ക വിഭാഗക്കാര് ഒന്നടങ്കം ഒരുമിക്കുന്നതിന്റെ ഒരു സ്ഥിതിയിലേക്കാണ് വരുന്നത്. രാഷ്ട്രീയമായി ഒരു കാരണം ഇവിടെ വെച്ചിരിക്കുന്നത് ഇപ്പം തന്നെ ഇവിടെ നമുക്കറിയാം, പല സമുദായങ്ങൾ ഇപ്പം നമ്മൾ എടുത്തു നോക്കിയാൽ മുന്നോക്ക വിഭാഗങ്ങളെല്ലാം കൂടി 20% താഴെയാണ്. അവരുടെ വോട്ടാണ് വോട്ട് ബാങ്ക്. വേറെ 25% വരുന്ന സമുദായങ്ങൾ പ്രത്യേകിച്ച് എടുത്താൽ അങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ അവരുടെ വോട്ട് ബാങ്ക് ഇല്ല. ഞാൻ താങ്കളിലേക്ക് വരാം. മറ്റുള്ള മുഹമ്മദ് റിയാസിലേക്കും ശ്രീ സജീവനിലേക്കും ആണ് അടുത്തതായി വരാൻ പോകുന്ന ഈ ചർച്ചയുടെ ഭാഗം. ഈ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഇടവേള. ഇപ്പോൾ ചർച്ചയിലേക്ക് തന്നെ മടങ്ങി വരുമ്പോൾ ശ്രീ മുഹമ്മദ് റിയാസിലേക്ക് ആദ്യം. ശ്രീ റിയാസ്, ഇപ്പോൾ ഈ വിഷയം നമ്മളിപ്പോൾ
തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് BJP കൊണ്ടുവരുന്നതിന് ഒരുപക്ഷെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ പ്രതിപക്ഷ പാർട്ടികൾ അതിൻ്റെ ഒരു കെണി മനസ്സിലാക്കി ഇത് ഉചിതമായ സമയമല്ല എന്ന നിലയിൽ മാറി നിൽക്കാം. അതിനെ ആ നിലയിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കി BJP മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഗുജറാത്തിലടക്കമുള്ള ഈ മുന്നോക്കക്കാരെ കൂടെ നിർത്തുക, പട്ടിദാർ സമുദായത്തിൻ്റെ വിയോജിപ്പ് പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ടാണ്. കേരളത്തിൽ വരുമ്പോൾ അത് NSS, ഇപ്പോൾ NSS തന്നെ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ ബോധ്യമായി എന്നാണ് പറഞ്ഞത്. ആ നിലയിൽ NSSനെ പരമാവധി കൂടെ നിർത്താനാകുമോ എന്ന് ശബരിമല മുതൽ കാര്യമായി നോക്കുന്നൊരു BJP. ഏതായാലും തുടർച്ചയായി അവരിപ്പോൾ മാധ്യമ ചർച്ചകളാകെ ബഹിഷ്കരിച്ചൊരു കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ പക്ഷം ആ നിലയിൽ വിശദീകരിക്കാൻ ആളുമില്ല. പക്ഷേ അങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിൽ ഈ സമുദായ രാഷ്ട്രീയം, പിന്നോക്ക രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്യുമ്പോൾ അതിനെ എതിരായൊരു CPM വിമർശനമാണ് നേരത്തെ സണ്ണിയം കബിക്കാട് സൂചിപ്പിച്ചത്. ഡോക്ടർ M ശാർങ്ങധരൻ ആ നിലയ്ക്കുള്ള മറ്റൊരു വിമർശനവും മുന്നോട്ട് വെച്ചത്. മുഹമ്മദ് റിയാസ്. അല്ല, ഒന്ന് ഇപ്പം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്തിനാണ് സംവരണം. പല കാരണത്താൽ പ്രയാസം അനുഭവിക്കുന്ന സാമ്പത്തികം, സാമൂഹികം, ജാതീയം ഒക്കെ തന്നെ അനുഭവിക്കുന്നവരെ മുഖ്യ ധാരയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കഴിയുന്ന വിഭാഗങ്ങളെ പൊതുധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ശരത്തെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, ഞാൻ പഴയ ഒരു ഡോക്യുമെൻ്റ് നോക്കുകയായിരുന്നു. ഇന്ത്യയിൽ ജാതിയുടെ അടിസ്ഥാനം എന്താണ്? ഒരു സംശയമില്ല, അടിസ്ഥാനമായത് ഫ്യൂഡൽ വർഗബന്ധം തന്നെയാണ്. അപ്പോൾ ഫ്യൂഡൽ വർഗബന്ധങ്ങളിൽ മാറ്റമുണ്ടാകാതെ നമുക്ക് ഇതിനകത്ത് കൂടുതൽ മുറിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല. അതായത് ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള സാമൂഹിക സാമ്പത്തിക നടപടികൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കടമ. ഇന്ത്യയിൽ നമുക്കറിയാം, ഭൂമി കൈവശം വെക്കുന്നു, അത് ചരിത്രപരമായ പല കാരണത്താൽ അടിച്ചമർത്തപ്പെടുന്ന സ്ഥിതി വരുന്നു. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഭൂപരിഷ്കരണം നടപ്പിലാക്കി മാതൃക കാണിച്ച പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ്, നമുക്കറിയാം. അപ്പോൾ ഇവിടെ സംവരണത്തെക്കുറിച്ച് വാദിക്കുന്നവർ വളരെ കൃത്യമായി, അല്ലെങ്കിൽ ബോധപൂർവം തമസ്കരിക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം. ജാതീയമായ വലിയ രീതിയിലേക്കുള്ള പ്രയാസം നേടുന്ന രാജ്യം പോലെ തന്നെ വർഗപരമായ, അതായത് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുടെ വിഷയങ്ങളെ കാണാതെ പോകാൻ വേണ്ടി പറ്റില്ല. അവിടെയാണ് മുന്നോക്ക വിഭാഗത്തിൽ പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ സംവരണം എന്നുള്ള വളരെ ശാസ്ത്രീയമായ അഭിപ്രായത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിക്കുന്നത്. പിന്നെ BJP ഇപ്പോഴാണല്ലോ സർക്കാരായി വന്നിട്ടുള്ളത്, മോദി ഇപ്പോഴാണല്ലോ പ്രധാനമന്ത്രിയായിട്ട്. അതിനു മുമ്പ് എത്ര പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്? മോദിക്ക് മുമ്പുള്ള മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ കാലം, അതിനു മുമ്പ് വാജ്പേയി, അതിന്റെ മുമ്പ് പരിശോധിച്ചാൽ IK ഗുജറാളിന്റെ, അതുപോലെ തന്നെ ദേവഗൌഡ, അതിന്റെ മുമ്പ് നരസിംഹറാവു, അതിനു മുമ്പ് VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ. ഇനി അതിന്റെ മുമ്പ് എടുത്ത രാജീവ് ഗാന്ധി, അതിന്റെ മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ കാലവും 70-ന്റെ അവസാനം 80-ന്റെ തുടക്കത്തിൽ CPIM നിലപാട് മുറുകെ പിടിച്ചിട്ടുണ്ട്. VP സിംഗിന്റെ സർക്കാരിന്റെ ഭരണകാലത്തും CPIM ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ BJP ചർച്ച ചെയ്തത് റിയാസ് പറഞ്ഞത് ശരിയാണ്. 90-കൾ മുതൽ EMSന്റെ കാലത്തൊക്കെ എടുത്തിട്ടുള്ള ശക്തമായ നിലപാട് ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPMന്റെ നിലപാട് കൂടി വരുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇതൊരു പ്രത്യേക ചർച്ചയാകുന്നത്. ഈ വർഗവീക്ഷണം ഇക്കാര്യത്തിൽ CPM മുറുകെ പിടിക്കുമ്പോൾ പിന്നോക്ക രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ളവർക്ക് അത് യോജിക്കാനേ ആവില്ല. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ കേരളത്തിൽ ആ പിന്നോക്ക രാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്ക് ഇക്കാര്യത്തിൽ CPMമായി സഹകരിക്കാനാകാത്തൊരു ആശയപരമായ ഭിന്നതയുടെ സാഹചര്യം വരുന്നു. ഇപ്പോൾ സഹകരണമുള്ളൊരു കാലം കൂടിയാണ്. അല്ല ശരത്ത്, ഇപ്പോഴത്തെ ഈ പർട്ടിക്കുലർ ഇഷ്യൂ, കേരളത്തിലെ ഇഷ്യൂ നടക്കുന്ന ഘട്ടത്തിൽ പ്രസന്റ് പൊളിറ്റിക്സിൽ CPIM സംവരണത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് നിലപാടെടുത്തതെന്ന് കൃത്യമായ ധാരണയുള്ളവർ തന്നെയാണ് ഇപ്പോൾ കൈകോർത്ത് നിൽക്കുന്നവർ. അത് അറിയാതെയോ അല്ലെങ്കിൽ അത് ഓർമ്മയില്ലാതെയോ അല്ല ഇപ്പൊ കേരളത്തിലെ ഈ വിഷയത്തിൽ കൈകോർത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടൊന്നും മനുസ്മൃതി ആശയങ്ങളിൽ പ്രചോദിതരായ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ BJP അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്ല, അങ്ങനെ അതാണല്ലോ ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിലാക്കിയുള്ള നിലപാടാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 4.5 വർഷം മൗനം പാലിച്ചു. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ പരിശോധിക്കപ്പെടണം. ഞാൻ നേരത്തെ ഭരണഘടന ആർട്ടിക്കിൾ മനസ്സിലായി, അത് ഭരണഘടനയിൽ ഭേദഗതി നടത്താനുള്ള സമയം നിലവിലില്ല. പ്രായോഗികമല്ല. പക്ഷെ അതൊരു രാഷ്ട്രീയ ചർച്ചയായി മുന്നോക്ക
ആ രാഷ്ട്രീയ ചർച്ചയാണ് BJP ഉദ്ദേശിക്കുന്നത്. അതിനൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുക, ബാക്കി എല്ലാവരും അതിനെ അവഗണിച്ചു അല്ലെങ്കിൽ അതിന് നിന്നു തന്നില്ല എന്ന നിലയിൽ അവരൊരു വിഷയമാക്കി കൊണ്ടുവരിക എന്ന് മാത്രമാണ് റിയാസ് അവരുദ്ദേശിക്കുന്നത്. ശ്രീ ശാർങ്ങധരൻ, റിയാസിന്റെ വാദത്തോട് എത്രമാത്രം യോജിപ്പുണ്ട്? റിയാസിന്റെ വാദത്തോട് കേരളത്തിന്റെ ഒരു പിന്നോക്ക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം അതിനെ കാണാൻ. ഇപ്പോൾ നവോത്ഥാന സംഘടനകളായി CPM-മായി ഈ സമുദായ സംഘടനകൾ കൂടുതലായി സഹകരിക്കുന്ന കാലമാണ്. വനിതാ മതിൽ മറ്റ് വിയോജിപ്പുകൾ ഉണ്ടായിട്ടും വെള്ളാപ്പള്ളിയും മകനും ഒക്കെ എത്തിയത് ഈ നവോത്ഥാനം പറഞ്ഞുകൊണ്ടാണ്. KPMS-ഉം CPM-ഉം വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ റിയാസ് പറഞ്ഞ പോലെ ഈ CPM നിലപാടൊക്കെ അവർക്കറിയാം ഇക്കാര്യത്തിൽ, എന്നിട്ടും സഹകരിച്ചുവെങ്കിൽ ഇതുകൊണ്ടൊന്നും അകലേണ്ട യാതൊരു കാര്യവുമില്ല. അത് ഞാൻ പറയട്ടെ, അതിൽപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്നവരെല്ലാം ഇടതുപക്ഷത്തിൽ പ്രത്യേകിച്ച് CPI-M-ഉമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തവരാണ് ഈ പുതിയ ഘട്ടത്തിൽ. ഇവിടെ ഒരു കാര്യമുള്ളത്, റിയാസി എന്നെ പറഞ്ഞ സ്ഥലത്തിൽ നമ്മൾ നോക്കിയാൽ മാർസിയൻ തത്വത്തിലുള്ള വർഗ സമരത്തെ പറ്റി പറയും. അത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലാണ്. പക്ഷേ ഇന്ത്യയുടെ പശ്ചാത്തലം, ഏഷ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ പശ്ചാത്തലം മാർക്സ് വളരെ എളുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വർഗ സമരം എന്ന് പറയുന്നത് മുന്നോക്ക ജാതിയെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. മാർക്സ് പോലും അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ശരത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ നവോത്ഥാനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിലെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പം ഇവിടെ 1893 മലയാള മെമ്മോറിയലിലൂടെയാണ് ഈ സംവരണം വന്നത്. മുന്നോക്ക വിഭാഗക്കാർക്ക് മാത്രം കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് 1937 ഉത്തരവാദ പ്രക്ഷോഭവും സംവരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും ശ്രീകേശവന്റെ നേതൃത്വത്തിലും നടത്തുമ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഒക്കെ വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തില് തിരുവിതാംകൂർ, കൊച്ചിയിലും മലബാറിലും നടന്ന നവോത്ഥാനത്തിന്റെ പ്രവർത്തന ഫലമായി കമ്മ്യൂണിസ്റ്റ് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും, കമ്മ്യൂണിസ്റ്റുകാർ അണികളെ നോക്കിയാൽ 85-90% വരെ പിന്നോക്ക വിഭാഗക്കാരാണ്. അന്നേരം നവോത്ഥാനത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവര് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ വന്ന് അതിൽ ചില അപച്യുതികളും മൂല്യച്യുതികളും ഒക്കെ വന്ന സന്ദർഭത്തിൽ സാഹചര്യത്തിൽ എങ്ങനെ ഇത് വർക്ക്ഔട്ട് ആവും? പുതിയ സാഹചര്യത്തിൽ ഇപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ പറയുന്നെങ്കിലും തീർച്ചയായിട്ടും ശരത്, ഞാൻ പറയുകയാണ്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ഈ പുതിയ BJP കൊണ്ടുവന്നതിന് എതിർക്കേണ്ടി വരും, എതിർക്കും എന്നുള്ളതിൽ ഉറപ്പില്ല. ശ്രീ സജീവൻ, ഇപ്പോൾ CPI ഈ പറഞ്ഞതുപോലെ തന്നെ CPI പറയുന്നത് ഭിന്നിപ്പിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കാട്ടുന്നത്, സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നത്. CPM ആകട്ടെ രാഷ്ട്രീയമായി എടുത്ത നിലപാടിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ സ്വാഗതം ചെയ്തു. പക്ഷെ അപ്പോഴും ആ BJP-യുടെ താല്പര്യത്തെ വകവെച്ചു കൊടുക്കില്ല, ആ താല്പര്യം പ്രത്യേകമായി കാണേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി ആ നയത്തെ പിന്തുണയ്ക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പക്ഷേ ഈ കേരളത്തിൻ്റെ ഒരു പൊതു പശ്ചാത്തലത്തിൽ മുന്നോക്ക സംവരണത്തിൽ BJP-യും CPM-ഉം ഒന്നിച്ച് എന്ന നിലയിലുള്ളൊരു വിയോജിപ്പിൻ്റെ തലം ഉയർത്തിപ്പിടിക്കാൻ ഈ പിന്നോക്ക സമുദായ സംഘടനകൾ തയ്യാറാകുമോ, കൂടുതൽ ശ്രദ്ധിക്കുമോ? പ്രത്യേകിച്ച് KPMS, SNDP, ഇപ്പോൾ NSS വലിയ നിലയ്ക്ക് കേന്ദ്ര സർക്കാരിനെ അകമഴിഞ്ഞ് പിന്തുണച്ചു കഴിഞ്ഞു. ശബരിമല മുതൽ ഇങ്ങോട്ട് വേണം ഈ വിഷയത്തെ പോലും കേരളത്തിൽ നിന്നുകൊണ്ട് കാണാൻ. NSS-ന്റെ നിലപാട് പ്രഖ്യാപനമുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. NSS വളരെ ആവേശത്തോടുകൂടി പറയുമ്പോൾ NSS-നെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന, NSS-ന്റെ ഓരോ നീക്കങ്ങളെയും ശക്തമായിട്ട് എതിർക്കുന്ന SNDP യോഗം വളരെ വ്യത്യസ്തമായിട്ട് നിലപാടിലേക്ക് പോകും. അതൊരു വളരെ കൃത്യമായ കാര്യമാണ്. ഇത് തന്നെയാണ് BJP ഉദ്ദേശിക്കുന്നത്. അവര് ഈ ഒരു തരത്തിലൊരു ബില്ല് അവതരിപ്പിക്കുന്നു, അത് ഭരണഘടനാ ഭേദഗതി വേണമെങ്കിൽ എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞാലും പറഞ്ഞു. പക്ഷെ അത് അവർ ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം അവരിട്ട് സമൂഹത്തിന് മുമ്പിലേക്ക് ഇട്ട് കഴിഞ്ഞു. ആ കുളം കലക്കലിന്റെ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചു കഴിഞ്ഞുള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ രീതിയിലാണ് വരിക. ഇതിന് വളരെ നമുക്ക് അവർ ഉദ്ദേശ ശുദ്ധിയെക്കുറിച്ച് റിയാസ് പറഞ്ഞല്ലോ. ഇപ്പോൾ അവർ രാഷ്ട്രീയ നിലപാട് അത് കൃത്യം സമ്മതിച്ചു. അവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അവർ ഇപ്രാവശ്യം ദേവസ്വം ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമനങ്ങളിലെല്ലാം ഇത് നടപ്പാക്കിയിട്ടുമുണ്ട്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് ബില്ല് അവതരിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം. എന്നാൽ പോലും ഇപ്പോൾ പറഞ്ഞു വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ കുറവുള്ള ആളുകൾക്കാണ് ഇതിന്റെ പരിഗണന കിട്ടുക എന്ന് വെച്ചാൽ 8 ലക്ഷം കണക്കാക്കി കഴിഞ്ഞാൽ ഒരാളുടെ മാസ വരുമാനം 66,666 രൂപയായാൽ മതി. 66,666 രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന ഏതൊരു മുന്നോക്ക വിഭാഗക്കാരനും ഈ ആനുകൂല്യത്തിന്, സംവരണത്തിന് അർഹനാണ്.
അപ്പോൾ സംഭവിക്കുന്നത് ഈ 66,000 ഉള്ളതെന്ന് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആളൊന്നും അല്ലല്ലോ. സാമ്പത്തികമായി വളരെ ദാരിദ്ര്യാവസ്ഥയുള്ള ദരിദ്രനാരായണന്മാരായിട്ടുള്ള മുന്നോക്ക വിഭാഗക്കാർക്ക് ഒരിക്കലും ഇത് കിട്ടാതെ പോകും. ഇത് അടിച്ചുകൊണ്ട് പോകും. ഇത് ഇപ്പോൾ നേരത്തെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളിലുണ്ട്, അതിൻ്റെ ആയിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ക്രീമി ലാബ് പിന്നീട് വന്നത്. അവിടെയൊക്കെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആളുകൾ പല ആളിപ്പോൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ പക്ഷേ കണക്ക് കാണിക്കേണ്ടി വരും. ബാക്കി നമുക്കറിയാലോ, BPL കാർഡിൽ പോലും വരുന്ന വലിയ സമ്പന്നന്മാരുള്ള രാജ്യമാണിത്. സംസ്ഥാനത്ത് പോലും അതുണ്ട്. അപ്പം ആ ഒരു പ്രശ്നം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഇപ്പോൾ 77 പതിറ്റാണ്ടിലേറെ ആയാലും ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അന്ന് മുതൽ സംവരണം ഉള്ളതാണല്ലോ. ഇതിപ്പോൾ ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട എത്ര പേർക്ക് സാമ്പത്തികമായിട്ട് മാസം 1,00,000 രൂപ കൊടുത്താൽ പോലും അവരുടെ ഈ ഒരു സാമൂഹ്യാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ സാമ്പത്തികമല്ല പ്രശ്നം. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ മുന്നോക്ക വിഭാഗക്കാർക്ക് ഉൾപ്പെടെ ശരിക്കും ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അവർക്ക് പരിഗണന കൊടുക്കണം. അത് കൊടുക്കേണ്ടതല്ല. ശരിക്കും പറഞ്ഞാൽ ആ രീതിയിലുള്ള പരിഗണന കൊടുത്തുകൊണ്ട് സർക്കാർ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇവിടെ വിദ്യാഭ്യാസ രംഗം മുഴുവൻ സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി, സാമ്പത്തികമായിട്ട് വലിയ ചെലവ് വരുന്നൊരു രീതിയിലേക്ക് പോയി. അപ്പം അതിനൊന്നും ഒരു കാര്യവും ചെയ്യാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്. തീർച്ചയായും അത് ഏതെങ്കിലും വിധത്തിൽ കേരളത്തിലെ സജീവൻ, എന്റെ രാഷ്ട്രീയമായ ഒരു ചോദ്യം ഉണ്ട്, അതൊന്ന് റിസർവ് ചെയ്യണം. ശ്രീ രാഹുൽ ഈശ്വർ കൂടി ചർച്ചയിലേക്കുണ്ട്. രാഹുലിലേക്ക് പോകും മുമ്പ്, അതായത് കേരളത്തിന്റെ പിന്നോക്ക രാഷ്ട്രീയം കൂടുതൽ ശക്തമായി, നേരത്തെ ഡോക്ടർ എം ശാർങ്ങധരൻ പറഞ്ഞതുപോലെ BJP വിരുദ്ധമായി മാറുന്നതിന് അത് ഇടവെക്കുമോ എന്നൊരു പ്രശ്നമുണ്ട്. രാഹുൽ ഈശ്വർ, ഞാൻ അതിലേക്ക് വരാം. ശ്രീ സജീവൻ, രാഹുൽ ഈശ്വർ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ NSS പറയുന്നത് നീതിബോധവും ഇച്ഛാശക്തിയും ഒക്കെ ബോധ്യപ്പെട്ടു എന്നാണ്. പക്ഷേ ഈ ഭരണം അവസാനത്തെ മണിക്കൂറുകളിലാണ് ഈ ശ്രമം നടത്തിയിട്ടുള്ളത്. ഒന്നിനും സമയം തികയാത്ത കാലം, ഭരണഘടനാ ഭേദഗതി വേണ്ടത്, കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ കഴിയുന്ന വിധമുള്ളൊരു പ്രശ്നമായി ഇത് മാറുമെന്നുള്ളത് ഉറപ്പ്. ഈ 11% വരുന്ന നായർ സമുദായത്തിനും 1% വരുന്ന ബ്രാഹ്മണ സമുദായത്തിനും മുന്നോക്ക ക്രൈസ്തവർക്കുമൊക്കെ ഗുണം കിട്ടും. ഇത് മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവർ എന്നൊക്കെ പറയുന്നത് കേട്ടാൽ തമാശ തോന്നും. മാസവരുമാനം 66,000 വരെ ഉള്ളവർക്ക് ഈ സംവരണം കിട്ടുന്ന നിലയിലാണ് ഇതിലെ നിബന്ധനകളിൽ ഒന്ന്. അപ്പോൾ താല്പര്യം വ്യക്തമാണ്. ഒരു സാധ്യതയുമില്ലാത്ത നിങ്ങളെ കുറെ ആളുകളെ ആവേശം കൊള്ളിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഒന്നും ഈ നിറമുള്ള വെള്ളത്തിൽ, ഈ കുപ്പിക്കകത്തൊന്നുമില്ല വേറെ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കൊണ്ടുവന്ന ചരിത്രപരമായൊരു നീക്കമാണ് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക്, ഈ മുന്നോക്ക വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് ഈ 10% സംവരണം എന്നുള്ളത്. ഇന്ത്യയിൽ സംവരണം, റിസർവേഷൻ അടിസ്ഥാനപരമായി ഉള്ളത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണ് റിസർവേഷൻ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളാണ്. ആ ഡീറ്റെയിൽസിലേക്ക് പോകരുത്, സമയമില്ലാത്തതുകൊണ്ടാണ് താങ്കളാണ് താമസിച്ചത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരും. നിലനിർത്താൻ ഒറ്റ വരിയെ എടുക്കുള്ളൂ. ഇന്നും അത് തന്നെയാണ് ലക്ഷ്യം. 87 വർഷങ്ങൾക്ക് മുമ്പ് ബ്രാഹ്മണനായ മദൻ മോഹൻ മാളവിയെയും ദളിത് സമൂഹത്തിന്റെ നേതാവായ മഹാനായ ബാബാ സാഹേബ് അംബേദ്കറെയും ഒരുമിച്ചിരുത്തി ഗാന്ധിജി ഹിന്ദു ഐക്യം രക്ഷിക്കാനും ഞാൻ മരിച്ചാലും ബ്രിട്ടീഷുകാർ നമ്മളെ വിഭജിക്കുന്ന കമ്മ്യൂണൽ അവാർഡ് നടപ്പാക്കാൻ സമ്മതിക്കില്ല, ഐ വിൽ ഡൈ ബട്ട് ഐ വിൽ നോട്ട് ലെറ്റ് ഹിന്ദുസ് ബി ഡിവൈഡഡ്, ഞാൻ മരിക്കും പക്ഷേ ഹിന്ദുക്കളെ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന് നിലപാടെടുത്ത മഹാത്മാഗാന്ധിയുടെ ഹിന്ദു ഐക്യം ഇന്ന് ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പ് എന്താ തെറ്റ്? മഹാത്മാഗാന്ധി ഉയർത്തിയെടുത്ത ഈ സംവരണത്തെ നഖശികാന്തം എതിർക്കുകയും സാമ്പത്തിക സംവരണമാണ് വേണ്ടതെന്ന് പറയുകയും ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ സംവരണവാദികളായി മാറുന്നത്. ചരിത്രത്തിൽ ഒരുപാട് കാലം അത് കണ്ടിന്യൂ ചെയ്തു. ഇന്നൊരു ബാലൻസിംഗ് മെഷറായി പണ്ട് ഗാന്ധിജി എടുത്ത നിലപാട് ഇന്ന് ശ്രീ നരേന്ദ്രമോദി ഉയർത്തിയെടുക്കുകയല്ലേ. സംവരണം ബാക്കി നമ്മുടെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഇല്ലാതാകുന്നില്ല. അങ്ങനെ ആയിരുന്നല്ലോ ഒരുപാട് പേര് പേടിപ്പിച്ചത്. പിന്നോക്കക്കാരുടെ സംവരണം എടുത്തുകൊണ്ട് പോകും, സവർണർ നിങ്ങളെ ദ്രോഹം ചെയ്യും, സവർണർ കൂടി കിട്ടുന്ന ഒരു നിലപാട് കേരളത്തിലെ ദേവസ്വങ്ങളിൽ CPM അടക്കം കൊണ്ടുവരുന്ന ഒരു നിലപാട് ദേശീയ തലത്തിൽ കൊണ്ടുവരുന്നു. എന്താ തെറ്റ്? നല്ല കാര്യമല്ലേ? ഹിന്ദു ഐക്യത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ശക്തമായ നിലപാടാണ്, സ്വാഗതം ചെയ്യണം. ഞാൻ പറയുന്നത് ഈ ജനറൽ 40%-ആയി 10% കൂടി വന്നാൽ മാറുന്ന നിലയിലേക്ക് വരും, യാതൊരു സംശയവും വേണ്ട. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റും 10% ആണ് മുന്നോക്ക സംവരണം നടപ്പാക്കാൻ പോകുന്നത്. അങ്ങനെ വന്നാൽ ജനറൽ കാറ്റഗറി 40 ചുരുങ്ങും. പ്രതിമാസം 66,000 രൂപയിൽ താഴെ വരുമാനം. എന്തൊരു കണക്കാണത്! പ്രതിമാസം 66,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർ എന്ന നിലയിൽ ഒരു സീലിംഗ് യോജിക്കാൻ കഴിയുന്നതാണോ? അത് ക്രീമി ലെയർ അല്ലേ മുന്നോക്കക്കാരിലെയും? അപ്പോഴും യഥാർത്ഥ ഗുണഭോക്താവല്ല ലക്ഷ്യം.
അല്ലല്ല, തീർച്ചയായും എന്റെ ടെക്നിക്കാലിറ്റീസിൽ വാദിക്കാം. അല്ലല്ല, ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ല, അത് അടിസ്ഥാനപരമായി അതെ അട്ടിമറിക്കുന്നില്ലല്ലോ. മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും 69% സുപ്രീം കോടതിയുടെ സീലിംഗ് ഉണ്ടായിട്ടുമുണ്ട്. അല്ല, അവിടെ ആയിക്കോട്ടെ, പക്ഷേ ഈ മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവർക്ക് അങ്ങനെ കിട്ടുന്നത് വൈകാരികപരമായ ഒരു യോജിപ്പ് കൂടെയാണ്. അതിന് സാമ്പത്തിക തലം മാത്രമല്ല, ഒരു ഇമോഷണലും സോഷ്യൽ തലവുമുണ്ട്. അതാണ് പൂന പാക്ട് ഏറ്റവും ചെറിയ സമയത്തിൽ വിശദീകരിച്ചത്. എളുപ്പത്തിൽ പറയാം, സംവരണം നിർത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് വരുന്നത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ഇവിടുത്തെ ഉദ്യോഗങ്ങളിൽ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വല്ലതും ഉണ്ടോ? സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് പറയുന്നത് മതിയായ പ്രാതിനിധ്യം കിട്ടിയെന്ന്? ഇന്നും നമ്മൾ കണക്കെടുത്ത് നോക്കിയിരുന്നാൽ OBC-യുടെ പ്രാതിനിധ്യം, അതല്ലെങ്കിൽ SC-യുടെ പ്രാതിനിധ്യം, അല്ലെങ്കിൽ ST-യുടെ പ്രാതിനിധ്യം ജനസംഖ്യാനുപാതികമായി കിട്ടിയിട്ടുണ്ടോ? ഈ സംവരണം എന്നിവിടെ തുടരുന്നു. ഇപ്പോൾ രാഹുലിന്റെ വാദം ആർഗ്യുമെന്റ് വേറെയാണല്ലോ. രാഹുലിന്റെ ആർഗ്യുമെന്റിനെ സംബന്ധിച്ചുള്ള മറുപടി അറിയിക്കുന്നില്ലാത്ത രീതിയിലാണ്. കാരണം എന്താ, അദ്ദേഹം പറയുന്നതിനകത്ത് ഒരു ലോജിക്കുമില്ല. എന്തുകൊണ്ട്? കാരണം ഇവരെല്ലാം സംവരണം വേണ്ടാന്ന് പറഞ്ഞവരാണ്. സംവരണമാണ് ഇവിടെ എഫിഷ്യൻസിയെ ബാധിക്കുന്നവരാന്ന് പറയുന്നതാണ്. ഇപ്പം സംവരണം പറയുന്ന പരസ്പര വൈരുദ്ധ്യമല്ലേ? ഇവിടെ BJP-യുടെ എല്ലാ നേതാക്കളും പറഞ്ഞുകൊണ്ട് നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ സംവരണമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. സംവരണം മാറ്റിയാൽ ഇവിടെ എല്ലാം മാറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സംവരണം വീണ്ടും ഏർപ്പെടുത്തുമ്പോൾ എഫിഷ്യൻസി ബാധിക്കത്തില്ലേ? അപ്പൊ ഒന്ന്, രണ്ട്, പിന്നോക്കക്കാരുടെ സംവരണം മുഴുവൻ അടിച്ചു മാറ്റുമെന്നല്ലേ പറഞ്ഞിരുന്നത്? അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞിരുന്നത് എന്താ? ഒരിക്കൽ കൂടി രാഹുൽ, എല്ലാ പിന്നോക്കക്കാർക്കും സംവരണം തുടരുമെന്നല്ലേ നരേന്ദ്രമോദി ശക്തമായി ചൂണ്ടിക്കാണിച്ചത്? ഏതെങ്കിലും പാവപ്പെട്ട പിന്നോക്ക വിഭാഗക്കാരനെ എടുത്തു മാറ്റിയോ? അങ്ങനെ അതെന്താണെന്നറിയോ? സംവരണത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇവിടെ ഉദാഹരണമായിട്ട് മുസ്ലിം സമുദായത്തിന് 12% റിസർവേഷൻ ഉണ്ട്. 24% വരുന്ന പോപ്പുലേഷനിൽ ആദ്യത്തെ 50%ൽ നിന്ന് 12 അപ്പുറത്തുനിന്ന് 12 കിട്ടുന്നതിന് വേണ്ടിയാണ് അവിടെ നല്ല നഷ്ടപ്പെടുന്നത്. അന്നേരം അവിടെ ജനസംഖ്യാധികമായ പ്രാതിനിധ്യം വരുന്നതിന് 50% സംവരണം വെച്ചിട്ട് 12 അല്ലെങ്കിൽ 14 എന്നൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നതിന്റെ അർത്ഥം അതിന് പകുതിയാണ്. പകുതി അപ്പുറത്തും കിട്ടുമെന്നാണ്. എവിടെയെങ്കിലും ഒരെണ്ണം കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഇനി ഈ നാട്ടിൽ ഈ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെ സർട്ടിഫിക്കറ്റ്, അതായത് ഈ നീക്കം രാജ്യത്തെ സംവരണത്തെ പൊതുവായി അട്ടിമറിക്കും എന്നാണോ പറയുന്നത്? അത് മാറ്റത്തില്ല. നമുക്ക് പിന്നാക്ക അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണെന്ന് പറഞ്ഞാൽ അൺഅവയർനെസ് ആണ്. അവർക്ക് കാര്യങ്ങൾ അറിയില്ല, അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല, അവർക്ക് എല്ലാ കാര്യങ്ങളും നിഷേധിച്ചിരുന്നു. ഇന്നും അവരുടെ കാര്യങ്ങളെ പറ്റി അവർക്ക് അവകാശബോധം അങ്ങനെയല്ല. ശ്രീ വ്യക്തമായി തന്നെ ഈ ശരജി ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നിലപാടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, പലപ്പോഴും ഞാൻ വന്നാൽ സംവരണം ഇല്ലാതാക്കുമെന്നൊക്കെ കുപ്രചരണങ്ങൾ നടന്നു. ഒരു ജനവിഭാഗത്തിന്റെ സംവരണവും എടുത്തു മാറ്റിയില്ല എന്ന് മാത്രമല്ല, രാജസ്ഥാൻ അടക്കം മറ്റ് നോർത്ത് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ സ്ഥിരം സംവരണം ഇല്ലാതാക്കുമെന്ന് പറയുന്നതിനെ എതിർത്തുകൊണ്ട് സംവരണം തുടരും. ശ്രീ മൻമോഹൻ വൈദ്യ അടക്കമുള്ള മുതിർന്നവരുടെ നിലപാടിനെ തെളിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞു പിന്നോക്ക ജനവിഭാഗങ്ങൾക്കുള്ള സംവരണം തുടരും. എന്നാൽ അതോടൊപ്പം ബാലൻസിംഗിന് വേണ്ടി മുന്നോക്ക കൊടുക്കുന്നു. രാഹുൽ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷമാണ്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ പ്രഖ്യാപനം മോദിക്ക് ഭാഗ്യം കൊണ്ടുവരുമോ എന്ന് വിശ്വസിക്കുന്നയാളാണോ രാഹുൽ? ഭാഗ്യമല്ല, ജസ്റ്റിസ് ചെയ്യുമ്പോൾ ജസ്റ്റിസ് ഫോർ ഓൾ ആൻഡ് അപ്പീസ്മെന്റ് ഓഫ് നൺ എന്നുള്ളതാണ് നരേന്ദ്രമോദിജി പറയുന്നത്. അല്ലെങ്കിൽ സബ്കാ സാത്ത് സബ്കാ വികാസ് ആണ്. SC/ST ആക്ട് സുപ്രീം കോടതി ഡയലൂട്ട് ചെയ്തപ്പോൾ വിഭാഗങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇവർ തന്നെ BJP-യും ശ്രീ നരേന്ദ്രമോദിയും തന്നെയല്ലേ ഓർഡിനൻസ് കൊണ്ടുവന്നത്. അപ്പൊ തീർച്ചയായും മുന്നോക്ക ജനവിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്കും ഗുണമുള്ള ഒരു നിലപാട് നമ്മുടെ NSS-നെ പോലുള്ള ഉത്തരവാദിത്തത്തോടുള്ള സംഘടനകൾ ഒരുപാട് കാലങ്ങളായി പറയുന്ന ഒരു നിലപാട് കൊണ്ടുവരുന്നു. പിന്നോക്ക വിഭാഗങ്ങളിൽ ഒരു ജസ്റ്റിസ് ഉണ്ടാക്കുന്നു, സമവായം ഉണ്ടാക്കുന്നു. മഹാത്മാഗാന്ധിയുടെ നിലപാട് തന്നെയാണ് ഒരർത്ഥത്തിൽ ഇന്ന് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ആ ഹിന്ദു ഐക്യവും ഇതാണ് രാഹുലിന്റെ വാദം. മഹാത്മാഗാന്ധിയുടെ ഹിന്ദു ഐക്യത്തെ ഉയർത്തിപ്പിടിച്ച് നരേന്ദ്രമോദി പിന്നോക്കക്കാർക്ക് സംവരണം എന്ന ആശയവുമായി ബില്ലുമായി നാളെ പാർലമെന്റിലേക്ക്. എങ്ങനെയുണ്ട് ശ്രീ സജീവൻ? ഇല്ല രാഹുൽ, ആ മഹാത്മാഗാന്ധി വാദത്തോടെ ഞാനൊന്നും പറയുന്നില്ല. കാരണം അത് പറയാൻ കുറച്ച് കൂടുതൽ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അത് രാഹുൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞില്ലല്ലോ. ഞാൻ 66,666 രൂപ പ്രതിമാസ വരുമാനമുള്ള
ആളുകൾക്ക് ഇതിന്റെ സംവരണത്തിന്റെ ആനുകൂല്യം കിട്ടുമെങ്കിൽ 66,000 താഴോട്ടാക്കാൻ ഒരു വലിയ പ്രയാസമില്ലാത്ത അനുഭവങ്ങൾ അറിയാം. രാഹുൽ സംവരണത്തിന് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയല്ലോ. രാഹുൽ അതെ സജീവൻ രാഹുൽ സംവരണത്തിൽ അർഹനായി മാറുകയാണ്. ഞാൻ നോക്കട്ടെ, ഈ മുന്നോക്ക വിഭാഗക്കാരെ ദരിദ്ര നാരായണന്മാർ എത്രയോ ആളുകൾ എനിക്ക് ഞാൻ പറഞ്ഞു, അവരെ കബളിപ്പിക്കുകയാണ്. അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ കബളിപ്പിക്കുകയാണ് ഇവരെല്ലാം. രാഹുൽ ഈശ്വർ ആ ദരിദ്ര സംവരണത്തിന് അർഹതപ്പെട്ട ആളായി മാറുകയാണ് രാഹുൽ. തീർച്ചയായും രാഹുൽ സന്തോഷിക്കും. അല്ല സജീവൻ സാർ ഒരു വരി പറയാം. രാഹുൽ സംവരണം എടുക്കാൻ പോകുന്നില്ല. പക്ഷേ അല്ല, കറക്റ്റ് ഉത്തരമാണ്. അങ്ങയുടെ ചോദ്യത്തിനുള്ള സ്പെസിഫിക് ഉത്തരമാണ്. ഞാനടക്കം എന്റെ മോനടക്കം ഭാവിയിൽ സംവരണത്തിൽ പോകുന്നില്ല. പക്ഷേ മുന്നോക്കക്കാരെ ഒരുപാട് പിന്നോക്കക്കാർക്ക് മറുപടിയാണ് ഒരൊറ്റ വരിയിൽ മറുപടി സംവരണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിയമം നിൽക്കുന്ന രാജ്യത്താണ് പിന്നോക്കക്കാരിലെ മുന്നോക്കക്കാരെ സംവരണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിയമം നിലനിൽക്കുന്ന രാജ്യത്താണ് ഇത്ര വലിയ ഉദാരമായ ഒരു പ്രഖ്യാപനം. 65,000 രൂപ മാസ വരുമാനമുള്ളവർക്കും രാഹുലിനടക്കം സംവരണം കിട്ടുന്ന നിലയിലാണോ ഈ പറയുന്ന ഹിന്ദു ഐക്യത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു ഡ്രാഫ്റ്റിംഗ്? ചോദ്യം വരും. അതെല്ലാം കോടതിയിലും ബാക്കി സോഷ്യൽ അവരെ കൂടെ അവരുടെ താല്പര്യങ്ങളും കൂടെ മുമ്പോട്ടെടുക്കുന്നു എന്ന കാഴ്ചപ്പാട് തന്നെ സംബന്ധിച്ചല്ലോ കോടതിയും മറ്റും തീരുമാനിക്കും. അങ്ങനെയല്ലല്ലോ ആ ബില്ല് കൊണ്ടുവരേണ്ടത്. അങ്ങനെയാണ് ആ ഉദ്ദേശശുദ്ധിയെ പ്രതിപക്ഷം ഇപ്പോൾ സംശയിക്കുന്നത്. ശ്രീ ശാർഗധരൻ, ഏതായാലും ഒരു കാര്യം വ്യക്തമായി, രാഹുലിനടക്കം സംവരണത്തിന് ആനുകൂല്യം ലഭിക്കും വിധമുള്ള ഒരു വിശാലമായ ഡ്രാഫ്റ്റിംഗ് ആണ് മോദി സർക്കാരിന്റെ. അതിന് ആകെയുള്ള ഒരു ഗുണം ഞാൻ കണ്ടത്, ഇന്നലെ വരെ സംവരണം വേണ്ട എന്ന് പറഞ്ഞവര് സംവരണം ആകാമെന്ന് പറഞ്ഞതാണ്. ഇവിടെ വന്നിരിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗത്തിന്റെ ബേസിൽ കാര്യങ്ങൾ വേണമെന്നുള്ള കാര്യത്തിൽ ഒരു കാരണവശാലും നിൽക്കാൻ പോകുന്നില്ല. ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് സംവരണം വെച്ചിരിക്കുന്നതിനകത്ത് മതിയായ പ്രാതിനിധ്യം ഇതിന് ഈ രാഷ്ട്രീയമായ മുദ്രാവാക്യം ബി.ജെ.പിക്ക് ഗുണം ചെയ്യും. ബി.ജെ.പി ഗുണം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് സാമൂഹ്യ തലത്തിൽ ഒരു വലിയ ഗുണം വരും. കേരളത്തിൽ CPM പാർട്ടി വേണം. ഈ പ്രാദേശിക ഈ സമുദായ പിന്നോക്ക സമുദായ സഹകരണം എന്നത് ഏത് നിലയ്ക്കായിരിക്കും ഈ വിഷയത്തെ ഏറ്റെടുക്കുക? ഒരു സംശയമില്ലല്ലോ. ഇടതുപക്ഷത്തിന്റെ 1-2 നേതാക്കൾ ഇത് പറഞ്ഞെന്നുള്ളെങ്കിലും ഇടതുപക്ഷ കാര്യത്തിൽ ചിന്തിച്ചേ നോക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവർ ബി.ജെ.പി ചേരുന്നല്ലേ നല്ലത്. എന്താവും ശ്രീ സജീവൻ ഒറ്റവാചകത്തിൽ സംവരണത്തിൽ ഈ മുന്നോക്ക സംവരണത്തിൽ ബി.ജെ.പിയും CPM ഒന്നിച്ചു എന്ന നിലയ്ക്കുള്ള ഒരു പിന്നോക്ക രാഷ്ട്രീയ വിമർശനം കേരളത്തിൽ രൂപപ്പെടുമോ? അതിനെ CPM കരുതലോടെ കാണുമോ? ബി.ജെ.പി ഒരുപക്ഷെ NSSനെ കുറെ കൂടി അടുപ്പിച്ചു നിർത്തുന്ന വിധത്തിൽ ആശ്വാസകരമായി എതെടുക്കാം. CPM-നെ സംബന്ധിച്ച് അല്ല, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് കോൺഗ്രസിന്റെ നിലപാട് വരണം. കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോ പുറത്തേക്ക് വന്നിട്ടില്ല. സമുദായ സംഘടനകളാണ് കേരളത്തെ ബാധിക്കാവുന്ന കാര്യം. പിന്നോക്ക സമുദായ സംഘടനകൾ സമുദായ സംഘടനകൾ സ്വാഭാവികമായിട്ട് അവർ വല്ലാത്ത പ്രതിസന്ധിയിലാകും. അവർക്ക് ഒരു രാഷ്ട്രീയ സഹകരണം പോലും ഏത് സംഘടനകളെ പിന്തുണയ്ക്കണം, ഏത് രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയ്ക്കണം, തീർച്ചയായിട്ടും പ്രശ്നമാണ്. കാരണം പ്രശ്നം എന്താണെന്നറിയോ? പാർട്ടി വേണോ ജാതി വേണോ എന്ന് ചോദിച്ചാല് ജാതി മതി എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതാണ് നമ്മൾക്ക് ആ വാദം താങ്കൾ ഉന്നയിക്കുന്നു. വർഗവീക്ഷണമാണ് CPM. നേരത്തെ മുഹമ്മദ് റിയാസ് ഊന്നി പറഞ്ഞത് അതിലാണ്. ഏതായാലും ഹിന്ദു ഐക്യമാണ് ഇതിലൂടെ പ്രധാനമന്ത്രി ലക്ഷ്യം വെക്കുന്നത് എന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. ഏതായാലും ഇത് വളരെ വലിയ ഒരു ചർച്ചയിലേക്ക് പോവുകയാണ്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ബി.ജെ.പി നീങ്ങുന്നുവെങ്കിലും ആ നിലയ്ക്കുള്ള നേട്ടത്തിനപ്പുറത്തേക്കുള്ള തിരിച്ചടിയുടെ വലിയ സാധ്യതകളുണ്ട് എന്നാണ് ശ്രീ സജീവൻ നിരീക്ഷിച്ചത്. നമ്മുടെ ഈ ചർച്ച അവസാനിക്കുന്ന ഘട്ടമാണ്. നന്ദി എല്ലാവർക്കും സഹകരിച്ചതിന്. മുന്നോക്ക സംവരണത്തിൽ ബി.ജെ.പിയും CPM-ഉം ഒന്നിച്ചോ എന്ന ചോദ്യമാണ് ഇന്ന് വന്ന പ്രതികരണങ്ങളുടെ മാത്രം പശ്ചാത്തലത്തിൽ മുന്നോട്ട് വെച്ചത്. അങ്ങനെ കരുതുന്ന 51% ആളുകൾ, അങ്ങനെ കരുതേണ്ടതില്ല, ബി.ജെ.പിയും CPM-ഉം ഒന്നിച്ചു എന്ന് കരുതേണ്ടതില്ല ഈ പ്രതികരണങ്ങളിലൂടെ നിലപാടുകളിലൂടെ എന്ന് കരുതുന്ന 49% ആളുകൾ. വളരെ 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 അടുത്ത് നിൽക്കുന്ന ഒരു പ്രതികരണ സ്വഭാവമാണ് FB പോളിൽ നിന്ന് പ്രേക്ഷകർ പങ്കുവച്ചത്. വളരെയധികം നന്ദി രാഹുൽ ഈശ്വർ, ശ്രീ സജീവൻ, മുഹമ്മദ് റിയാസ്, ഡോക്ടർ M. ശാർഗധരൻ ഞങ്ങളുമായി സഹകരിച്ചത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.